നമസ്കാരം. KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. ഗുജറാത്ത് മോഡൽ ഉയർത്തിക്കാട്ടി മോദിയും ഭരണ തുടർച്ചയ്ക്കായി രാഹുലും അഴിമതി തൂത്തുമാറ്റാൻ കേജ്രിവാളും. ആരാണ് ഇന്ത്യയിൽ തൂത്തുവാരുക? ബാറടച്ചത് വ്യാജമദ്യം വർദ്ധിക്കാൻ ഇടയാക്കുമെന്നത് സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടാണെന്ന് മദ്യവിരുദ്ധ ജനകീയ സമരസമിതി. ബാർ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണം. 3 മാസത്തെ ശമ്പളം അഡ്വാൻസായി നൽകണമെന്നാവശ്യപ്പെട്ട് CITU നേതൃത്വത്തിൽ ബാർ തൊഴിലാളികൾ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം 16-ന് രാവിലെ 8 മുതൽ. ഫലസൂചനകൾ ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ. ഇനി ആകാംക്ഷയുടെ കേവല മണിക്കൂറുകൾ. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ 15 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമാണ് 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലമുറ മാറ്റത്തിന് സാക്ഷിയായ തെരഞ്ഞെടുപ്പാണിത്. നോട്ടയും ആം ആദ്മി പാർട്ടിയും എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഇത്രയധികം ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ്. കഴിഞ്ഞ 2 മാസങ്ങളായി ഇന്ത്യ മൊത്തം ഇളക്കിമറിക്കുവാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതുതലമുറയുടെ അമരക്കാരായ രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും സാധിച്ചുവെന്നത് വാസ്തവം. അതേസമയം ഇതിനും അപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2 പുതുമകൾ വേറെ. അഴിമതി എന്ന് പറയുന്ന ക്യാൻസറിനെ പരിസരം വൃത്തിയാക്കുന്ന ചൂലിനാൽ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ ഒരു മായാജാലം കാട്ടിയ ആം ആദ്മി പാർട്ടി തന്നെയാണ് ഇതിൽ ഒന്നാമത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നേതാക്കൾക്ക് നാടിനെ രക്ഷിക്കുവാൻ സാധിക്കില്ലെന്ന് അവകാശപ്പെടുന്നവർക്ക് നിഷേധ വോട്ട് രേഖപ്പെടുത്തുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൗകര്യമൊരുക്കി. അതാണ് നോട്ട. പുതുതലമുറയിലെ നേതാക്കളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ പ്രതിഭാസവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നതിനാൽ ഫലം ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ. 1500-ൽ പരം ജാതികളും ഉപജാതികളും വിവിധ വസ്ത്രധാരികളും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും വാഴുന്ന ഭാരത നാട്ടിൽ അധികാരത്തിന്റെ ദണ്ട് ആരുടെ കൈകളിലാണ് ജനം ഭദ്രമായി ഏൽപ്പിക്കുക എന്നത് അറിയുവാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് KCB. ബാറുകൾ അടച്ചത് വ്യാജമദ്യം വർദ്ധിക്കുവാൻ ഇടയാക്കുമെന്ന് പറയുന്ന വകുപ്പ് മന്ത്രി സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടാണ് വെളിവാക്കുന്നതെന്ന് മദ്യവിരുദ്ധ ജനകീയ സമരസമിതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CV പീതാംബരൻ. തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി സാമൂഹ്യവിരുദ്ധ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നും പീതാംബരൻ പറഞ്ഞു. മദ്യവിരുദ്ധ ജനകീയ സമിതിയും അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അബ്കാരികളെ താലോലിക്കുന്ന മറ്റുദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ഈ മദ്യം വിറ്റുകൊണ്ടിരിക്കുന്ന വകയിലാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ അതേ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ പണിയെടുക്കുന്ന മറ്റു വകുപ്പ് മന്ത്രി അടക്കമുള്ള മറ്റു മന്ത്രിമാർ ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് എക്സൈസ് വരുമാനം ഒരു പ്രശ്നമേ അല്ല, വേണ്ടി വന്നാൽ കേരളത്തിൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കും, ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. AIMSS ജില്ലാ സെക്രട്ടറി KJ ഷീല അധ്യക്ഷയായി. ആല വാസുദേവൻ പിള്ള, അഡ്വക്കേറ്റ് MA ബിന്ദു, ബേബി പാറക്കാടൻ എന്നിവർ സംസാരിച്ചു. കിറ്റ് ഇന്ത്യ സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് V ഉഷാകുമാരി, രാജിമോൾ, TR ഗായത്രി സ്വാമിനാഥൻ, മൈന ഗോപിനാഥ്, തത്ത ഗോപിനാഥ്, ടെസ്സി ബേബി എന്നിവർ നേതൃത്വം നൽകി. ബാർ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, അടച്ചിട്ട ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാർ തൊഴിലാളികൾ CITU നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. EMS സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണ CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗതമായി കള്ളവാറ്റും വ്യാജമദ്യ ഉൽപാദനവും നടന്നിരുന്ന സ്ഥലങ്ങളിൽ അത് അവസാനിപ്പിച്ച് ശക്തമായ നടപടി സ്വീകരിച്ച് ആ പ്രദേശങ്ങളിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. ആ പ്രദേശങ്ങളിലെല്ലാം വീണ്ടും ഇത് ആരംഭിച്ചിരിക്കുകയാണ്.
ആലപ്പുഴ ജില്ലയിലടക്കം വ്യാപകമായി സ്പിരിറ്റ് ഒഴുക്കുകയാണ്. കള്ളുഷാപ്പുകൾ വഴിയും അല്ലാതെയും വ്യാജ മദ്യ ദുരന്തമുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഭരണകക്ഷി നേതാക്കന്മാരുടെ ചില ആളുകളുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ പി ചിത്തരഞ്ജൻ, PK സോമൻ, P അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാർ തൊഴിലാളികൾക്ക് സർക്കാർ 3 മാസ ശമ്പളം അടിയന്തരമായി അഡ്വാൻസായി നൽകണമെന്ന് സമരം ആവശ്യപ്പെട്ടു. വോട്ടെണ്ണൽ മെയ് 16 രാവിലെ 8 മണി മുതൽ. ഫലസൂചനകൾ ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നളിനി നെറ്റോ. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണൽ ആരംഭിച്ച നിമിഷങ്ങൾക്കകം തന്നെ ട്രെൻഡ് അറിയുവാൻ സാധിക്കും. പ്രധാനമായി സ്ഥാനാർത്ഥികൾ കുറവുള്ള മണ്ഡലങ്ങളിലെ ഫലങ്ങളായിരിക്കും ആദ്യ മണിക്കൂറിൽ അറിയുവാൻ സാധിക്കുക. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയത്. മാവേലിക്കരയിൽ നോട്ട ഉൾപ്പെടെ 10 പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അതേസമയം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. 20 പേരാണ് ഇവിടെ ജനവിധി തേടുന്നത്. 36 കേന്ദ്രങ്ങളിലായി 140 കൗണ്ടിംഗ് ഹാളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 56 നിരീക്ഷകർ വോട്ടെണ്ണൽ നിരീക്ഷിക്കാനെത്തും. ഒരു ഹാളിൽ 50 ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക. 7500 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിന് സംസ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത്. കൗണ്ടിംഗ് ഹാളിൽ മൊബൈൽ ഫോൺ, ക്യാമറ, ബാഗ് എന്നിവ അനുവദിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ അഴിമതിയും ക്രമക്കേടും വിജിലൻസ് കണ്ടെത്തുന്നത് ഇത് 2ാം തവണ. കൃഷി വകുപ്പിലാണ് 2 തവണയും അഴിമതി കണ്ടെത്തിയതെന്ന് വിജിലൻസ്. ഇതിലെന്താണ് ഇത്ര അത്ഭുതമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. വിജിലൻസിന്റെ ഭാവം കണ്ടാൽ പാക്കേജിൽ 2 വട്ടമേ അഴിമതി നടന്നിട്ടുള്ളൂ എന്ന് തോന്നും. 2008 ജൂലൈ മാസം 24 പദ്ധതിക്ക് അംഗീകാരം ലഭിച്ച അന്നു മുതൽ അനുസ്യൂതം തുടരുന്ന അഴിമതി കണ്ടെത്താൻ വിജിലൻസിന് വേണ്ടി വന്നത് 6 വർഷം. കൃഷിവകുപ്പ് അഴിമതിയുടെ കൃഷിയാണ് കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഇറക്കുന്നതെന്ന് അറിയാത്ത കുട്ടനാട്ടുകാരില്ല. കുട്ടനാടിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് ആരംഭിച്ച പദ്ധതി ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും കീശ വീർപ്പിക്കുവാനുള്ള അഴിമതി പാക്കേജായി മാറിയതും ആർക്കാണ് അറിയാത്തത്. പാക്കേജിൽ ഉൾപ്പെടുത്തി പെട്ടിയും പറയും വിതരണം ചെയ്തതിലാണ് അഴിമതിയുടെ അവസാനത്തെ ആണിയും അടിച്ചതായി വിജിലൻസ് കണ്ടെത്തിയത്. 85 കോടി രൂപയുടെ പദ്ധതിയിൽ വൻ തിരിമറിയാണത്രേ നടന്നത്. 1840 കോടി കൈയിട്ട് വാരി കട്ടുതിന്നുന്ന മറ്റ് 11 വകുപ്പുകൾ ഉള്ളപ്പോൾ കൃഷിവകുപ്പിനെ മാത്രം കള്ളനാക്കുന്നത് ശരിയാണോ എന്നതാണ് മറുചോദ്യം. അഴിമതി ആരോപണം ഉയർന്ന പ്രവൃത്തികളിലെല്ലാം വിജിലൻസ് നിരീക്ഷണത്തിലാണ്. പിന്നെ വിജിലൻസിനേക്കാൾ വലിയ പുലികളാണ് 12 വകുപ്പുകളിലായി പങ്കുകൃഷി ഇറക്കുന്നത്. അതുകൊണ്ടാണ് അഴിമതിക്ക് സാധ്യതയുള്ള പദ്ധതികൾ ആദ്യം നടത്തി അഥവാ നടത്തിയതുപോലെ വരുത്തി അടിച്ചുമാറ്റിയത്. വർഷങ്ങളായി കൃഷിയില്ലാതെ കിടന്ന കായൽ നിലങ്ങളിൽ പുറംബണ്ട് ബലപ്പെടുത്തുന്നത് അനാവശ്യമാണെന്നും പദ്ധതിക്ക് മുൻഗണനാക്രമം ആവശ്യമാണെന്നും നാട്ടുകാർ പറഞ്ഞിരുന്നു. അതെ, നാട്ടുകാരുടെ അനാവശ്യം ഉദ്യോഗസ്ഥരുടെ ആവശ്യവുമായിരുന്നു. പൈലാൻഡ് സ്ലാബ് എന്ന പേരിൽ ഈ അഴിമതിയും നന്നായി ഇവർ ആഘോഷിച്ചു. അതൊരു പരുവമാക്കിയതിനു ശേഷമാണ് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയ പെട്ടിയും പറയും വിതരണത്തിലെ കൈക്കൂലിയും അഴിമതിയും. പദ്ധതികൾ പൂർണ്ണമായും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോൾ ഖദർധാരികളും കൊടികുത്താൻ ഇറങ്ങിയവരുമൊക്കെ പടിക്ക് പുറത്തായി. കുട്ടനാട്ടിലെ പുഞ്ചക്കൊയ്ത്തിന് യന്ത്രം വിതരണം ചെയ്തതിൽ അമ്പലപ്പുഴയിലെ ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് വൻ അഴിമതി നടന്നതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അന്വേഷിക്കുവൻ കണ്ടെത്തും എന്നൊക്കെയാണല്ലോ പ്രമാണം. അന്വേഷിച്ചു, കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. 1 വർഷത്തിന് ശേഷവും 2013 ഏപ്രിൽ 12 വിജിലൻസ് കെയ്ക്കോയുടെ അമ്പലപ്പുഴ ഓഫീസിൽ റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തത്. യന്ത്രങ്ങൾ ഏജന്റുമാർക്ക് മറിച്ചു നൽകിയും ലോഗ് ബുക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്താതെയും യന്ത്രങ്ങളുടെ മീറ്റർ കേടുവരുത്തിയുമൊക്കെയാണ് വൻ കൊള്ള നടന്നത്. ദിവസം മുഴുവൻ കൊയ്തിട്ട് 1-2 മണിക്കൂർ മാത്രം കൊയ്തതായി രേഖയുണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. കെയ്ക്കോയിലെയും കൃഷിവകുപ്പിലെയും ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ല. 2 കാലിലും മന്തുള്ളവർ 1 കാലിൽ മന്തുള്ളവനെ എങ്ങനെ മന്ദ എന്ന് വിളിക്കുമെന്ന ആശങ്കയിലാണ് സർക്കാർ നടപടിയിൽ നിന്ന് പിന്മാറിയത്. കർഷകർക്ക് കന്നുകാലികളെ വിതരണം ചെയ്തതിലും നടന്നു അഴിമതി. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെയാണല്ലോ വിതരണം ചെയ്തത്. അതുകൊണ്ടെന്തായി, വിതരണം ചെയ്ത് 3-ാം നാൾ മുതൽ ഓരോന്നായി കാലം ചെയ്തു. താറാവുകളാകട്ടെ കൂട്ടത്തോടെയും മയ്യത്തായി. ഉദ്യോഗസ്ഥർക്ക് പെരുത്ത സന്തോഷം, പശു ചത്തവർക്ക് അതിലേറെ സന്തോഷം. ഇനി ഇൻഷുറൻസ് തുകയും കിട്ടുമല്ലോ. AC കനാലിലെ പോള നീക്കം ചെയ്യുന്നതിൽ പോലും നടന്നു കോടികളുടെ അഴിമതി. കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ താനെ ഒഴുകിപ്പോയ പോളയുടെ പേരിൽ കരാറുകാരൻ നോക്കുകൂലി ഇനത്തിൽ വാങ്ങിയെടുത്തതും കോടികളാണ്. ഇനി വരാനിരിക്കുന്നത് AC കനാൽ 1-ാം ഘട്ടം തുറക്കലും കൽക്കെട്ടും അതിനോടനുബന്ധിച്ച അഴിമതി കഥകളുടെ വിശദാംശങ്ങളുമാണ്. ന്യൂസ് ഡെസ്ക് KCV. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായി ജൈവോത്സവം എന്ന പേരിൽ കുട്ടികളുടെ പ്രകൃതി സംരക്ഷണ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൈനഗിരി EMS ഓഡിറ്റോറിയത്തിൽ ബുധനാഴ്ചയാണ് ക്യാമ്പിന് തുടക്കമായത്.
ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനം കൈനഗരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുധിമോൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ണും വിണ്ണും പുഴയുമെല്ലാം മലീമസമായിരിക്കുന്നു. നമുക്കും വരും തലമുറയ്ക്കും ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയെ കാത്തേ പറ്റൂ. മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എസ് സുധിമോൻ പറഞ്ഞു. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ക്യാമ്പിൽ നീർത്തട പ്രദേശത്തെ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷത വഹിച്ചു. എ ഡി കുഞ്ഞച്ചൻ, കെ കെ ഉദയപ്പൻ, എസ് മായാദേവി, വനജമ്മ പ്രകാശ്, കെ ബി അജയകുമാർ, എസ് ഡി രവി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ പ്രകൃതിയുമായി നമ്മളെ അടുപ്പിക്കുക. പ്രകൃതി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം നമ്മൾക്ക് ഇന്നും ഉണ്ടായിരിക്കുന്ന എല്ലാ ദുര്യോഗങ്ങളുടെയും കാരണം എന്താണ് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ആരോഗ്യ രംഗത്താണെങ്കിലും നമ്മുടെ ഭൂമിശാസ്ത്രപരമായ കാര്യത്തിലാണെങ്കിലും നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യം എന്താണ് എന്ന് നമ്മൾ അപഗ്രഥിച്ച് നോക്കിയാൽ നമ്മൾ പ്രകൃതിയിൽ നിന്നും അകന്നുപോയതിന്റെ ഫലമായി, മണ്ണിനോട് നമ്മൾ വിട പറഞ്ഞതിന്റെ ഭാഗമായി, മണ്ണിൽ നിന്നും നമ്മൾ അകന്നുപോയതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ. ഇന്ന് നമ്മൾ വലിയ വെല്ലുവിളിയെയാണ് പ്രകൃതിയിൽ നിന്നും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് വി കെ ശശിധരൻ മാഷും കുട്ടികളും ഒത്തൊരുമിച്ചുള്ള പരിസ്ഥിതി ഗാനാലാപനവും നടന്നു. കുട്ടനാടിന്റെ പരിസ്ഥിതിയും ജനജീവിതവും എന്ന വിഷയത്തിൽ RARS മുൻ ഡയറക്ടർ ഡോക്ടർ പത്മകുമാർ ക്ലാസ് എടുത്തു. മാസ്റ്റർ മിനോനും വിവിധ വിഷയങ്ങളിൽ കുട്ടികളുമായി സല്ലപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ഗുണ്ടാ നിയമത്തിന്റെ ദുരുപയോഗം തടഞ്ഞുകൊണ്ട് ഉപദേശക ബോർഡിന്റെ ഉത്തരവ്. കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മാവേലിക്കര തെക്കേക്കര വില്ലേജിലെ പുത്തൻ വീട്ടിൽ തോമസിന്റെ മകൻ ലിജു ഉമ്മൻ തോമസിനെതിരെ ഗുണ്ടാ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ വെച്ച കേസാണ് ഉപദേശക ബോർഡ് റദ്ദാക്കിയത്. 2 തവണ കരുതൽ തടങ്കൽ ഉത്തരവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഗുണ്ടാ നിയമപ്രകാരം വീണ്ടും ലിജു ഉമ്മൻ തോമസിനെതിരെ കേസെടുത്തത് ഇതിനു മുമ്പ് 2 തവണ അറസ്റ്റ് ചെയ്ത അതേ കേസുകൾ തന്നെ കാണിച്ചാണ്. ഇതിനെതിരെയാണ് ഗുണ്ടാ നിയമത്തിന്റെ ദുരുപയോഗം തടഞ്ഞുകൊണ്ട് ഉപദേശക ബോർഡിന്റെ ശക്തമായ ഉത്തരവിറക്കിയത്. 2010 മുതൽ
പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരന്തരമായ ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനൊരു പ്രസ്താവനയ്ക്ക് ഞാൻ മുതിരുന്നത്. പോലീസിന് താല്പര്യമുള്ളവരുടെ വാക്കും അവർ കൊടുക്കുന്ന പണവും മേടിച്ചുകൊണ്ട് നിരന്തരം ആരെങ്കിലും ഒരു കേസ്, എൻ്റെ സുഹൃത്തുക്കളോ അല്ലെ അതുപോലുള്ള ആരെങ്കിലും ഒരു കേസ് ചെയ്താൽ ഫസ്റ്റ് ഒന്നാം പ്രതിയായിട്ട് എന്നെ അങ്ങ് പ്രതിയാക്കും. അതിനകത്ത് ഒരു അന്വേഷണം, അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ ഇത്രയും കേസുകളുള്ള ഒരാളിനെ പറ്റി ഒരു പരാതി തരുമ്പോൾ അത് കൂടുതലായിട്ട് ഞങ്ങൾ അന്വേഷിക്കാറില്ല. അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നു, പ്രതിയാക്കും. അതിനുശേഷം 2010 മുതൽ 2014 വരെ എനിക്കൊരു 5 കേസോളം ഉണ്ട്. ഈ 5 കേസിലും ഞാൻ ഒന്നാം പ്രതിയായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് പോലും ഞാൻ ഇൻവോൾവ് ആയിട്ടില്ല. തെളിയിക്കാൻ എനിക്ക് ഇപ്പം കഴിയാത്തത് കൊണ്ട് എന്നെ അങ്ങ് പ്രതിയാക്കുക. അതിൻ്റെ പുറകിലുള്ള 1-2 രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. കൂടാതെ മുജീബ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമായ രീതിയിലേക്ക് വരുന്നതുകൊണ്ട് കേരള മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. വനിതാശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി K. പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ജോലി ചെയ്തു വരുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി അഭേദ്യമായി ഇഴുകിച്ചേർന്നുകൊണ്ട് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ദൈനംദിനമെന്നവണ്ണം ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്നൊരു വിഭാഗമാണ് ഈ രംഗത്തുള്ളത് എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. സർക്കാർ ജീവനക്കാരെല്ലാവരും പൊതുവിൽ ജനങ്ങളുമായിട്ടൊക്കെ തന്നെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കേണ്ടവരാണ്, ഇരിക്കുന്നവരാണ് എന്ന് പറയുമെങ്കിൽ തന്നെയും നഗരസഭയിലെയും കോർപ്പറേഷനുകളുടെയും ഒക്കെ തന്നെ ജീവനക്കാരെന്ന് പറയുന്നത് ആ നഗരസഭ അതിർത്തിയിലുള്ള മുഴുവൻ കുടുംബങ്ങളുടെയും വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി അവർ സമീപിക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുവാനുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതുല്യമായ സേവന പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിനാകമാനം അതീവമായ താല്പര്യവും അതീവമായിട്ടുള്ള ശ്രദ്ധയും നിങ്ങളുടെ പ്രശ്നങ്ങളിലുണ്ട്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് G. രാജേഷ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസുരോ, D. ലക്ഷ്മണൻ, MC. പ്രസാദ്, R. അപ്പുക്കുട്ടൻ, K. രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വേനൽ മഴ മൂലം കൃഷി നശിച്ച കർഷകർക്ക് ഏക്കറിന് 2500 രൂപ ധനസഹായം നൽകണമെന്ന് കിസാൻ ജനത ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഏക്കറിന് 13 ക്വിന്റലിൽ താഴെ അളന്ന എല്ലാ കർഷകർക്കും പരിപൂർണ കൃഷിനാശത്തിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തി സഹായം നൽകണമെന്നും കിസാൻ ജനത ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയ്ക്ക് വേണ്ടി കർഷകരിൽ നിന്നും നെല്ലെടുത്ത മില്ലുകാർ 1 ക്വിന്റൽ നെല്ലിന് 10 മുതൽ 15 കിലോ വരെ കിഴിവ് സപ്ലൈകോ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കണം. മാത്രവുമല്ല 400 ഗ്രാം മാത്രം തൂക്കമുള്ള ചാക്കിന് 1 കിലോയ്ക്ക് മുകളിൽ ചാക്കുധാര കുറയ്ക്കുന്നുമുണ്ട്. അധ്വാനിച്ചുണ്ടാക്കിയ നെല്ല് വേനൽ മഴ മൂലം നശിച്ച് നിരാശരായിരിക്കുന്ന കർഷകരോടാണ് സപ്ലൈകോയും മില്ലുടമകളും ഈ ക്രൂരത കാണിക്കുന്നതെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. കൊയ്ത്ത് കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും നെല്ല് സംഭരിക്കാതെ പല പാടങ്ങളിലും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി അവസാന വാരത്തിൽ വിളവെടുപ്പ് ആരംഭിച്ചു. എന്നാൽ മെയ് പകുതിയായിട്ടും മാർച്ച് വരെ സംഭരിച്ച നെല്ലിന്റെ പണം മാത്രമേ നൽകിയിട്ടുള്ളൂ. ബാക്കിയുള്ള പണം അടിയന്തരമായി കൊടുത്തു തീർക്കാത്ത പക്ഷം മെയ് 26 രാവിലെ 11 മുതൽ മങ്കൊമ്പ് പാടി ഓഫീസ് പടിക്കൽ പിക്കറ്റ് ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കിസാൻ ജനത ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G. ശശിധര പണിക്കർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അപ്പുക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറിമാരായ വെളിയനാട് മാത്തച്ചൻ, റോയി വിതച്ചേരി, ലോയേഴ്സ് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു വേലങ്ങാടൻ, പ്രൊഫസർ D. നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നെടുമുടി NSHSSൽ നിന്നും എല്ലാ വിഷയത്തിനും A ഗ്രേഡ് നേടിയ അശ്വിൻ M. നായരും മറ്റ് 7 വിദ്യാർത്ഥികളും സ്കൂളിനും നാടിനും അഭിമാനമായി. ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിഭാഗത്തിലാണ് അശ്വിൻ എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് നേടിയത്. തുടർ പഠനത്തിനായി ആലപ്പുഴ SD കോളേജിൽ BComന് ചേരാനാണ് തീരുമാനം. മങ്കൊമ്പ് തെക്കേക്കര മംഗലത്ത് വീട്ടിൽ KP മുരളീധരന്റെയും B. ശ്രീകലയുടെയും ഏക മകനാണ് അശ്വിൻ. പുളിങ്കുന്ന് ഫൊറോന പിതൃവേദി മാതൃജ്യോതിസിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണാടി ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തി. 7ാമത് തീർത്ഥാടനമാണ് വിശുദ്ധ റീത്ത പുണ്യവതിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിലേക്ക് നടന്നത്. ചൊവ്വാഴ്ച രാവിലെ 9:30 പുളിങ്കുന്ന് ഫെറാന പള്ളിയിൽ ഫാദർ ഗ്രിഗറി നടുവിലടം ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഫെറാന ഡയറക്ടർ ഫാദർ സിറിയക് വലിയ പറമ്പിൽ ഫ്ളാഗ് ഓഫ് നടത്തി. അതിരൂപത പ്രസിഡന്റ് ജോസ് കൈലാത്ത്, ബാബു വടക്കേക്കളം, റോസമ്മ ഫിലിപ്പ്, സിസ്റ്റർ ഡാലിയ എന്നിവരുടെ നേതൃത്വത്തിൽ 20 പള്ളികളിൽ നിന്നായി ആയിരങ്ങൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. ഫാദർ മാത്യു വെള്ളാനിക്കൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. SNDP ചെറുകര ജ്ഞാനേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനുള്ള വിളംബര വിഗ്രഹഘോഷയാത്രയും വിഗ്രഹ പ്രതിഷ്ഠയും നടന്നു.
കാവുംപടി ഈഴമ്പാക്കൽക്കാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ചൊവ്വാഴ്ച വൈകുന്നേരം 4-നാണ് ചെറുകര ജ്ഞാനേശ്വരം ക്ഷേത്രത്തിലേക്ക് വിളംബര ഘോഷയാത്ര പുറപ്പെട്ടത്. ജ്ഞാനശാലയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ഓടിൽ തീർത്ത ശ്രീകൃഷ്ണ വിഗ്രഹം ചെറുകര SNDP സ്കൂൾ ജീവനക്കാരാണ് സംഭാവന ചെയ്തത്. തുടർന്ന് നടന്ന വിഗ്രഹ പ്രതിഷ്ഠയുടെ ഭദ്രദീപ പ്രകാശനം SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ നിർവഹിച്ചു. ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്ത സപ്താഹത്തിന് വേണ്ടി. നമ്മുടെ ഈ കലികാലത്ത് നമുക്കെല്ലാം അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നാമസങ്കീർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ, വിഷ്ണു ഭഗവാന്റെ നാമജപമാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ഈശ്വരൻ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്നുള്ളത്. പക്ഷെ നമുക്കത് ആർക്കും മനസ്സിലാകുന്നില്ല. ഈശ്വരനെ തേടി തേടി നമ്മൾ നടക്കുകയാണ്. ഈ കലികാലത്തിൽ നാമജപമല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും കരകയറണമെന്നുണ്ടെങ്കിൽ ഭഗവാന് ഒരു കൈ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നേടാൻ സാധിക്കത്തുള്ളൂ. പള്ളിക്കൽ മണികണ്ഠൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാഖാ പ്രസിഡന്റ് B. ശിവദാസ്, സെക്രട്ടറി TN സുരേഷ് കുമാർ, TG പൊന്നപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 18-ന് രുക്മിണി സ്വയംവരവും 20-ന് അവഭൃത സ്നാനത്തോടെ സപ്താഹത്തിന് സമാപനവും കുറിക്കും. എടത്വാപ്പള്ളി തിരുനാളിന് സമാപനമായി. ഏപ്രിൽ 27-ന് ആരംഭിച്ച തിരുനാളാണ് ബുധനാഴ്ച സമാപിച്ചത്. എടത്വ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ പ്രധാന തിരുനാൾ മെയ് 7-ന് തമിഴ് വിശ്വാസികളുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നതെങ്കിൽ 8-ാം ഇടം ഇടവകക്കാരുടെ തിരുനാളാണ്. 8-ാം ഇടത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടന്നു. സമാധാനവും ശാന്തിയും തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് കുരിശടിക്ക് വലം വെച്ച് പള്ളിയിൽ തിരിച്ചെത്തി കൊടിയിറക്കിയതോടെയാണ് ഒരു മാസക്കാലം നീണ്ടുനിന്ന തിരുനാളിന് തിരശീല വീണത്. ഇടവക വികാരി ഫാദർ കുര്യൻ പഴയപുര, ജനറൽ കൺവീനർ JT റാംസെ എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകി. ഇനി ചരമവാർത്തകൾ. പുളുങ്കുന്ന് കണ്ണാടി കൊല്ലാറ പുത്തൻപറമ്പിൽ ത്രേസ്യാമ്മ നിര്യാതയായി. 58 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3-ന് കണ്ണാടി സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. മങ്കൊമ്പ് എഴുമാലിൽ ചിറ ശിവരാമ പണിക്കർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുജറാത്ത് മോഡൽ ഉയർത്തിക്കാട്ടി മോദിയും ഭരണ തുടർച്ചയ്ക്കായി രാഹുലും അഴിമതി തൂത്തുമാറ്റാൻ കേജ്രിവാളും. ആരാണ് ഇന്ത്യയിൽ തൂത്തുവാരുക? ബാറടച്ചത് വ്യാജമദ്യം വർദ്ധിക്കാൻ ഇടയാക്കുമെന്നത് സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടാണെന്ന് മദ്യവിരുദ്ധ ജനകീയ സമര സമിതി. ബാർ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണം. 3 മാസത്തെ ശമ്പളം അഡ്വാൻസായി നൽകണമെന്നാവശ്യപ്പെട്ട് CITU നേതൃത്വത്തിൽ ബാർ തൊഴിലാളികൾ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം 16-ന് രാവിലെ 8 മുതൽ
ഫലസൂചനകൾ ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ. ഇനി ആകാംക്ഷയുടെ കേവല മണിക്കൂറുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.